ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അർച്ചനടുത്തിന്റെയും സച്ചേട്ടന്റെയും കൂടെ അനൂപേട്ടനെ രക്ഷിക്കാൻ പോയതാ. ഇവിടെ ഇരുന്ന് കരയാനും നിലവിളിക്കാനും എല്ലാവർക്കും പറ്റും. ആ സമയത്ത് എന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടന്നതാ ഇവര് രണ്ടുപേരുവാ. അത് മറന്ന് മറ്റാരുടെയെങ്കിലും വാക്ക് കേട്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഇതിന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ഒന്നായി. ഞാനും ആണല്ലോ വന്ന് കേറിയവള്. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ വരുമെന്ന് എനിക്കറിയാം. മീരേ, വേണ്ടമ്മേ, അവളെ തിരുത്താൻ നിങ്ങളാരും മെനക്കെടണ്ട. അവളോട് ഞാൻ സംസാരിച്ചോളാം. വേണ്ട ഏട്ടാ, ഇതിന്റെ പേരിൽ ഏട്ടനിനി മീരടുത്തോട് ഒരു വഴക്കിനും പോണ്ട. ഏട്ടനെ കാണാതെ പാവ ഇവിടെ ഇരുന്ന് അനുഭവിച്ച ടെൻഷൻ എത്രയാന്ന് എനിക്കറിയാം. അവന്തിയടുത്തിയുടെ വാക്ക് കേട്ടിട്ടാ മീരടുത്തി അർച്ചനെ തെറ്റിദ്ധരിച്ചത്. അല്ലെങ്കിൽ മീരടുത്ത് ഇങ്ങനൊന്നും പറയില്ല. സത്യം എന്താണെന്ന് എല്ലാരെക്കാളും കൂടുതൽ അറിയാവുന്നത് അനുപേട്ടന് തന്നെയല്ലേ. അതുകൊണ്ട് വേറെ ആരും ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിൽക്കേണ്ട കാര്യമില്ല. ഇവിടെ മീരടുത്തി മാത്രം സമാധാനിപ്പിച്ചാൽ മതി. പക്ഷേ നെല്ലിശ്ശേരിയിൽ ഞങ്ങൾക്കിനി ആർക്കൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നറിയോ? എനിക്ക് ആരോടും ഒന്നും ബോധിപ്പിക്കാനില്ല. അതിപ്പോ നെല്ലിശ്ശേരിയിലായാലും ഇവിടെ ആയാലും. സത്യം അനുപേണ്ണറിയാം. എനിക്കത് മതി. അനുപേട്ട, ഇന്നിനി എനിക്ക് വേണ്ടി ഒരു വാക്ക് പോലും മീരടുത്തിയോട് പറയരുത്. എല്ലാം ഒന്ന് ശാന്തമായി സമാധാനമായിട്ട് വരുമ്പോൾ മാത്രം എടത്തിയോട് സംഭവിച്ച കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അതുവരെ ഒന്നും പറയാൻ പോകണ്ട. സത്യം മനസ്സിലാക്കുമ്പോൾ തന്നെ താൻ ഇതെല്ലാം മാറിക്കോളും. ഇപ്പൊ ഏട്ടൻ ചെന്ന് വിശ്രമിക്ക. മോളെ, അച്ഛനെ വിളിച്ചോണ്ട് പോ. അമ്മേ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാ. ഇപ്പൊ തന്നെ ഇറങ്ങുവാണോ? അത് പറ്റില്ല. എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ മതി. ഞാൻ ചെന്നെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് വെക്കാം. ഒന്നും വേണ്ട അമ്മേ, ഞങ്ങക്ക് എത്രയും പെട്ടെന്ന് നെല്ലിശ്ശേരിയിൽ എത്തണം. ധനുഷിപ്പ അവിടെ എത്തി കാണും. ഇതിന്റെ ബാക്കി ഇപ്പൊ ധനുഷിനായിരിക്കും കിട്ടാൻ പോകുന്നത്. സത്യത്തില് ഞങ്ങളെക്കാൾ കൂടുതൽ അനുപേട്ടനെ രക്ഷിക്കാൻ ത്യാഗം സഹിച്ചത് ധനുഷ. ആ ഗുണ്ടകള് ധനുഷിനെ ഒരുപാട് തല്ലി. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ ധനുഷ് ഞങ്ങളോടൊപ്പം നിന്നു. അതിനേക്കാളൊക്കെ വലിയൊരു വിചാരണ ധനുഷിന് നെല്ലിശ്ശേരിയിൽ നേരിടേണ്ടി വരും. എന്തൊക്കെ പറഞ്ഞാലും ഭക്ഷണം കഴിക്കാതെ ഞാൻ നിങ്ങളെ വിടത്തില്ല. അതിനല്ല ഒരു പിടി ചോറ് കഴിക്കാൻ ഇതിന് മാത്രം സമയം വേണോ? ഞാനിപ്പോ എടുത്തു വെക്കാം. മക്കളിരിക്കെ വാ മോളെ. അമ്മ, സച്ചിണ്ടിരിക്ക, ഞാനിപ്പോ വരാം. ഒന്ന് നിന്നേ. എവിടെയായിരുന്നു ഇതുവരെ? ഈ പരിക്കുകളൊക്കെ ധനുഷിന് എങ്ങനെ പറ്റിയതാ? ആരാ ധനുഷിനെ ഉപദ്രവിച്ചേ? നന്നായിട്ട് നേരത്തെ തീരുമാനിച്ചത് ടൂറിന് പോവാണെന്നല്ലേ ധനുഷ് എന്നോട് പറഞ്ഞേ. ഇപ്പൊ ആരുടെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങി വന്നതുപോലെ ഉണ്ടല്ലോ. സ്നേഹ, നീ എന്നോട് ക്ഷമിക്കണം.
ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ ടൂറിന് പോയതല്ല. അർച്ചനടുത്തിയുടെയും സച്ചേട്ടന്റെയും കൂടെ അനൂപേട്ടനെ രക്ഷിക്കാൻ പോയതാ. ഇത് ധനുഷ് എന്റെ കയ്യിൽ ചോദിച്ചു വാങ്ങിയതാ. നിങ്ങൾ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയല്ലേ? എനിക്കെല്ലാം മനസ്സിലായി. വലിയ ധീരകൃത്യം ചെയ്തിട്ട് വന്നു നിൽക്കുന്നത് കണ്ടില്ലേ? അനൂപേണ്ണെ രക്ഷിക്കാൻ പോയി പോലും. അയാൾ നിങ്ങളുടെ ആരാ? സ്നേഹേ, അങ്ങനൊന്നും ചോദിക്കരുത്. വലിയ ധീരകൃത്യം ചെയ്തിട്ടല്ലേ നിന്റെ ഭർത്താവ് വന്നിരിക്കുന്നത്. അതിന് തല്ലുകയാണോ? അഭിനന്ദിക്കല്ലേ വേണ്ടത്? മതി. ഈ അവസ്ഥയിൽ ധനുഷിന് ഇനി വിചാരണ ചെയ്യാൻ നിൽക്കണ്ട. അപ്പൊ ഇന്നലെ രാത്രി ഒരു സംഘം ഗുണ്ടകൾ ഇവിടെ കയറി വന്ന് നമ്മളെല്ലാം വിചാരണ ചെയ്തതോ? നിങ്ങൾ കാരണം ആ ഗുണ്ടകൾ ഇവിടെ കയറി വന്ന് ഞങ്ങളെല്ലാം ഉപദ്രവിച്ചു. പെട്രോൾ വെച്ച് കത്തിക്കാൻ നോക്കി. അച്ഛനോട് ഇന്ന് വരെ ഒരാളും എതിർത്തൊരു വാക്ക് പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു രാത്രി മുഴുവൻ അച്ഛനെ വീട്ടിൽ തടവിലായിരുന്നു. അറിയോ നിനക്ക്? ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടായിരുന്നു ഇവിടെ. അച്ഛാ, ഇവിടെ നടന്നതിനൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷെ സച്ചിയേട്ടനും അർച്ചനടുത്തിയും അനൂപേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോ എനിക്ക് ഒഴിഞ്ഞുമാറി നിൽക്കാൻ തോന്നിയില്ല. അനൂപേട്ടനെ രക്ഷിക്കാൻ പോരുതെന്ന് സ്നേഹ എന്നെ വിലക്കിയിരുന്നതാ. പോവില്ലെന്ന് ഞാൻ അവൾക്ക് സത്യം ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പിന്നെ എന്തിനാ പോയത്? അപ്പൊ പിന്നെ സ്നേഹയോട് വാക്ക് പറഞ്ഞിട്ട് അത് തെറ്റിച്ചത് നീയല്ലേ? എന്റെ ഭർത്താവിന് എന്തെങ്കിലും പറ്റിയ നഷ്ടം എനിക്ക് മാത്രമാ. എനിക്ക് തന്ന വാക്ക് തെറ്റിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. ഇതിനെല്ലാത്തിനും കാരണം അർച്ചനടുത്തിയ. അല്ലാതെ പിന്നെ ആര്? അച്ഛനെ ആ ഗുണ്ടകൾ തല്ലിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ നെല്ലിശ്ശേരി വീടിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു അപമാനം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും എനിക്കതിന്റെ ഷോക്കിൽ നിന്ന് മാറാൻ പറ്റിയിട്ടില്ല. എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ മക്കളെ ഇന്ന് വരെ ആരും ഉപദ്രവിച്ചിട്ടില്ല. ഇന്നലെ അതും സംഭവിച്ചു. ഒന്നും ചെയ്യാൻ പറ്റാതെ അവരുടെ തോക്കിന്റെ മുമ്പിൽ എന്റെ മക്കളുടെ ജീവനു വേണ്ടി എനിക്ക് യാചിക്കേണ്ടി വന്നു.